ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വേഗം തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. സൂപ്പർ ടേസ്റ്റിയുമാണ്. ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് അവിലാണ്. ആദ്യം നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പം ചുമന്ന അവിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മളിത് വറക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരാൻ തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കയ്യിലെടുത്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ചൂട് പോകാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിയോട് കൂടി വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതൊരു ചെറിയ തരിയോട് കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നിലക്കടലയാണ്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് റോസ്റ്റഡ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വറക്കാത്ത നിലക്കടലയാണ് ഉള്ളതെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചെറിയ തരിയോട് കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഒരു ചെറിയ തരിയോട് കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ 250 ഗ്രാം ശർക്കരയാണുള്ളത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇനി ഇത് കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശർക്കരയെല്ലാം മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിന് 2 കപ്പ് അളവിലാണ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം 2 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ തേങ്ങാപ്പാൽ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പലഹാരം റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള അവിലില്ലേ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ കുറച്ച് നേരം ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിങ്ങനെ തിക്കായിട്ട് വരാൻ തുടങ്ങും. ഇപ്പോൾ ഈ പാലിൽ തന്നെ അവിലൊക്കെ ചെറുതായിട്ട് കുക്കായിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. ഇതിപ്പം കണ്ടോ, ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല തിക്കായിട്ട് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂട്ടി പൊടിച്ച ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നിലക്കടല ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നത് വരെ കുറച്ച് സമയം കൂടി നന്നായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിൽ കൂടുതൽ നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് തേങ്ങാപ്പാലിലാണല്ലോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ഇത് കണ്ടു, ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴേക്കും പാനിനൊക്കെ നന്നായിട്ടൊന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ മൊത്തത്തിൽ 3 ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രം നേരത്തെ തന്നെ നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചൂടോടുകൂടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ചൂടാറാൻ വേണ്ടി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കിത് നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ കൈവച്ചൊന്ന് സൈഡൊക്കെ വിടിവിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതേപോലെ തന്നെ നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു നാടൻ 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.